ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പാസ്ത വെച്ച് പാലട പായസത്തിൻ്റെ അതേ രുചിയിലുള്ള പാസ്ത പായസം റെഡിയാക്കാം. ഇത് നമുക്ക് കഴിച്ചു നോക്കുമ്പോൾ പാലട പായസത്തിൻ്റെ അതേ ഒരു ടേസ്റ്റാണ്. ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. ഇതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പാസ്ത എടുത്തിട്ടുണ്ട്. നമുക്കിത് പാസ്തയിലോ മക്രോണിയിലോ ഏതിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ആദ്യം ഇത് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തൊന്ന് പൊടിച്ചെടുക്കാം. പാസ്ത ഇപ്പോൾ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് മിക്സിയുടെ ജാറിലിട്ട് പൾസ് ചെയ്തെടുത്തതാണ്. 1-2 പ്രാവശ്യം പൾസ് ചെയ്തെടുക്കുമ്പോഴേക്കും ഇതുപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടും. ഇപ്പോൾ ഇത് പാലടയ്ക്കെല്ലാം എടുക്കുന്ന അടയുടെ അതേ രീതിയിലാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. പായസം ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം പഞ്ചസാര ഇട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഞാനിതിലോട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിനെ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. പഞ്ചസാര നമ്മൾ കാരമലൈസ് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. ഇപ്പോൾ പഞ്ചസാരയെല്ലാം കാരമലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരണം. ആ സമയത്ത് നമുക്ക് ഇതിലോട്ട് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു പീസ് ബട്ടർ ചേർത്ത് കൊടുത്ത് അതും കൂടെ ഒന്ന് ഇതിൽ മെൽറ്റ് ചെയ്തെടുക്കാം. ബട്ടർ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ബട്ടറും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പാലൊഴിച്ച് കൊടുക്കാം. ഞാനിതിലേക്ക് 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അത് ഒഴിച്ചു കൊടുക്കുകയാണ്. പാലിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാലൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് പഞ്ചസാര കാരമലൈസ് ചെയ്ത് എടുത്തത് ഒന്ന് മെൽറ്റായി ഇതിലൊന്ന് സെറ്റായി വന്നോളും. പാലെല്ലാം ഒന്ന് ചെറുതായി ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിലോട്ട് പാസ്ത ചേർത്ത് കൊടുക്കാം. ബോയിലായി വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് പാൽ ചൂടായി വരുന്ന സമയത്ത് തന്നെ നമുക്കിതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഫ്ലേവറിനായിട്ട് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ച് ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് ബോയിലായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. പാസ്ത ചേർത്ത് ബോയിലായതിന് ശേഷം നമുക്കത് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് ബോയിലായി വന്നിട്ടുണ്ട്. ഈ സമയം പഞ്ചസാര ഏലക്കായും പൊടിച്ച് വെച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് കൂടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും പാസ്തയെല്ലാം നന്നായി തന്നെ കുക്കായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കൂടെ ആകുമ്പോഴേക്കും പാസ്തയെല്ലാം നന്നായി തന്നെ കുക്കായി വന്ന് പാലെല്ലാം കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. പാസ്ത ആയതുകൊണ്ട് 10 മിനിറ്റ്സിൽ തന്നെ ഇത് സെറ്റായി വരും. പിന്നെ കൂടുതൽ ടൈം ഇട്ട് വറ്റിച്ച് തിക്കാക്കി എടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം 2-3 മിനിറ്റ് കൂടെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോഴേക്കും പഞ്ചസാരയെല്ലാം നന്നായി പായസത്തിൽ പിടിച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് കൂടെ ആകുമ്പോഴേക്കും പായസം ഇവിടെ സെറ്റായി റെഡിയായി കിട്ടിയിട്ടുണ്ട്. മധുരമെല്ലാം നന്നായി പാലിലും പാസ്തയിലും എല്ലാം പിടിച്ചു വന്നിട്ടുണ്ട്. മധുരം ബാലൻസ് ചെയ്യാനായിട്ട് 1 നുള്ളി ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഗീയിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് കുറച്ച് ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇതിനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. കാഷ്യൂ നട്ടെല്ലാം ഒന്ന് കളർ മാറി വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കാഷ്യൂ നട്ടും കിസ്മിസും എല്ലാം ഇവിടെ നന്നായി തന്നെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാസ്ത വെച്ചുള്ള പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് പാലടയൊന്നും വീട്ടിലില്ലാത്ത സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ പാസ്തയോ മക്രോണിയോ ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന പായസമാണ്. പാലട പായസം ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മളിത് ഉണ്ടാക്കിയെടുത്ത് കഴിച്ച് നോക്കുമ്പോൾ പാസ്തയാണെന്ന് ഒട്ടും തന്നെ മനസ്സിലാവില്ല. ഇത് പാലട പായസത്തിൻ്റെ അതേ ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനതിൽ പാലട പായസത്തിൻ്റെയും സദ്യ റെസിപ്പീസും എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക്